Hi everyone, welcome to pre and post Nifty market analysis. സോ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി നമ്മുടെ ഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടാവും. ബട്ട് ഇന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഈ ഒരു ഫോർമേഷനിൽ നമുക്ക് ഈ ഈ ഒരു ബ്രേക്ക് ചെയ്തിട്ട് ഈ വോളിയം, അതായത് ഓപ്പൺ ടു ലോ ക്യാൻഡിൽ. സോ എനിക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു ഈ ഒരു ഹൈ വരെ ഇന്ന് പോകുമെന്ന്. സോ ഞാൻ ഗ്രൂപ്പിലൊരു ട്രേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു പ്രൈസ് ആക്ഷൻ കണ്ടപ്പോൾ തന്നെ അത് നെക്സ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് മനസ്സിലായിട്ടുണ്ടായിരുന്നു തിരിച്ച് താവോട്ട് തന്നെ വരുമെന്ന്. സോ അത് കഴിഞ്ഞിട്ട് പുട്ട് എൻട്രീസ് ഒക്കെ കുറച്ച് പേരെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, താങ്ക് യു ഫോർ ഓൾ. ആൻഡ് നാളത്തെ നമ്മുടെ പൊസിഷൻ എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മുടെ ബൈയിങ് പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് അവർ ബൈയിങ് പോയിന്റ് 26040. സോ 26040 നമുക്ക് നിഫ്റ്റിനെ നാളെ കിട്ടുകയാണെങ്കിൽ, ഓക്കെ, ഈ 26040 എന്ന് വരുന്നു അന്ന് ഞാൻ ട്രേഡ് ചെയ്തുള്ളൂ ഫോർ ബൈ സൈഡ്. ഓക്കെ, സോ നാളെ ലാസ്റ്റ് 1 അവറിലെ ആക്ടിവിറ്റി കണ്ടിട്ട് നിഫ്റ്റി മേ ബി ഇവിടുന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒരു പുഷ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് താഴോട്ട് വരുമ്പം, അതായത് പ്രൈസ് താഴോട്ട് വന്ന സമയത്ത് ഈ ഒരു ഏരിയ, ഓക്കെ, പ്രൈസ് താഴോട്ട് വരുന്ന സമയത്ത് ആർ എസ് ഈസ് ഗോയിങ് അപ്പ്. സോ ഒരു ആർ എസ് ഐ ഡൈവർജൻസ് താഴെ ഉണ്ട്. ഓക്കെ, ആർ എസ് ഐ ഡൈവർജൻസ് ഉണ്ട്, ബട്ട് ഐ ആം നോട്ട് കോൺഫിഡൻറ്റ്. ബിക്കോസ് ഇതാണ് നിഫ്റ്റിയുടെ ലിക്വിഡിറ്റി ഉള്ള ഏരിയ. അതായത് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി, ലിക്വിഡിറ്റി എടുത്തിട്ട് പോകാൻ വേണ്ടി നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ നിഫ്റ്റി 26040 വരണം, ആസ് പെർ മൈ കൺസെപ്റ്റ്. ഓക്കെ, സോ നിഫ്റ്റി അല്ലെങ്കിൽ ഇവിടുന്നായിരുന്നു പോകേണ്ടത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്നായിരുന്നു കറക്റ്റ്. അവിടെ നിന്ന് തന്നെ പുഷ് വന്നിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഈ ട്രെൻഡ് ലൈനിൽ തട്ടി താഴെ വീണു. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് സ്ട്രോങ്. ഓക്കെ, നാളെ നമുക്ക് നോക്കാം. ബട്ട് ഇൻ മൈ വ്യൂ 26040 നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്കിവിടുന്ന് ബൈ എടുക്കാം. സോ ഇനി ഇവിടുന്ന് ഈ ഒരു ചെറിയ പോയിൻ്റ് ആരും സെല്ലിന് പോകണ്ട എന്നാണ് ഞാൻ പറയുന്നത്, ഇൻ മൈ ഒപ്പീനിയൻ. നിങ്ങളുടെ സ്റ്റൈലിൽ ട്രേഡ് ചെയ്യാമെന്ന് വെച്ചു. ബട്ട് ഇവിടുന്നുള്ള ഒരു ബൈ, ഇവിടുന്ന് വരുന്ന ഒരു ബൈ വരുമ്പോൾ നമ്മളതിൽ എന്തെങ്കിലും ബുള്ളിഷ് ക്യാൻഡിൽ പാറ്റേൺ ലൈക്ക് മോർണിംഗ് സ്റ്റാർ, ഹാമർ, എൻഗൾഫിങ്, എന്തെങ്കിലും ഇവിടെ കാണുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വെക്കാം, 20 പോയിൻറ്റ്സ് താഴെ. സോ നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് റേഷ്യോ ഇവിടുന്ന് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ നിഫ്റ്റിയിലെ നാളത്തെ വ്യൂ. ഇതാണ് നിഫ്റ്റിയിൽ ഞാൻ എൻ്റെ ബൈയിങ് പോയിന്റിലോട്ട് നിഫ്റ്റി വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫാൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ 1-2 സ്റ്റോക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ചെയ്ത സ്റ്റോക്ക് ഹാവൽസ് ആയിരുന്നു. സോ ഹാവൽസ് അത്യാവശ്യം നല്ലോണം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് ഏതൊക്കെയെന്ന് വെച്ചാൽ, സോ കൺഗർ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അത് നമ്മുടെ ലാസ്റ്റ് ടാർഗറ്റായ 532 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ടാർഗറ്റിന് വേണ്ടിയിട്ട് അതിൽ ട്രേഡ് ചെയ്യാം, 547 വേണ്ടിയിട്ട്. ആൻഡ് ആർ ബി എൽ ബാങ്ക് ഈ ഹൈഡ് അബോവ് വരികയാണെങ്കിൽ ഇന്ന് നമ്മുടെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഓൺ RBL ബാങ്ക്. REC ലിമിറ്റഡ് നിങ്ങൾ വാച്ച് ചെയ്തോ. PFC ലിമിറ്റഡ് ഇതും നാളെ വാച്ച് ചെയ്യാം നിങ്ങൾക്ക്. VBL ഓൾറെഡി ഞാൻ ഇന്ന് എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്റ്റിൽ ഇസ് ഗോയിങ് സക്സസ്ഫുള്ളി. നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞ ഒരു ആ സമയത്ത് പറഞ്ഞത് ഈ ഒരു ഏരിയ എന്നായിരുന്നു. ബട്ട് ഏകദേശം അവിടുന്ന് ഒരു 5-10 പോയിൻറ്റ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. സോ VBL നമ്മുടെ ടാർഗറ്റ് അത്യാവശ്യം നല്ല വലുതാണ് ടാർഗറ്റ്. ഐ തിങ്ക് നമ്മുടെ VBLൻ്റെ ടാർഗറ്റ് 550 ആണ്. ഓക്കെ, 550 അവർ ടാർഗറ്റ്. 550 ഡെയിലി ഞാൻ വരച്ച് കാണിച്ചു തരാം. 539. ഓക്കെ, 539 ആൻഡ് 550 ഈസ് ഓൾസോ ഗുഡ്. 550, 560. സോ 539 ഫസ്റ്റ് ടാർഗറ്റാണ് ഉപയോഗിക്കാം. 539 നിങ്ങൾ നോക്കിയോ, നിങ്ങളുടെ റിസ്ക് റിവാർഡ്, നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ക്യാപിറ്റൽ, നിങ്ങളുടെ റിസ്ക് എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാം. 539 അല്ലെങ്കിൽ 550 ട്രയൽ ചെയ്ത് പോവാം. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് ലാസ്റ്റ് ഒരു ആഫ്റ്റർനൂൺ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അറൗണ്ട് ഇവിടുന്ന് തന്നെ 54 പോയിൻറ്റ്സിൻ്റെ മുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല മൊമെൻറ്റ് കിട്ടും. സ്വിങ് ട്രേഡാണ്. ഓക്കെ, ഇതെല്ലാം. സോ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ ട്രേഡ്സ് ആൻഡ് എന്താ പറയുക
ലെവൽസ്. ഓക്കെ, നിഫ്റ്റിയാണ് എൻ്റെ അനാലിസിസിൽ ഞാനിപ്പം ജസ്റ്റ് എല്ലാവരും എന്നോട് പറയുന്നതുകൊണ്ടാണ് ജസ്റ്റ് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കൊരു ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, ഇറ്റ്സ് ഓൺലി ഫോർ എ എഡ്യൂക്കേഷണൽ പർപ്പസ്. നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൺ റിസ്കിൽ നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് സ്റ്റോക്ക് എടുക്കുക. ഐ ജസ്റ്റ് റെക്കമെൻഡഡ് ദ നെയിംസ് ഓൺലി. ബാക്കി ഓൺ റിസ്ക് ആണ് ട്രേഡ് ചെയ്യേണ്ടത്. നിഫ്റ്റി ഓൾസോ ദിസ് ഈസ് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ഓക്കെ, ആസ് പെർ സെബി റൂൾ. ഓക്കെ, സോ നിഫ്റ്റിയുടെ 26040 ഈസ് ഗുഡ് ഫോർ ബൈയിങ് ആൻഡ് സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. ഓക്കെ, സോ എൻ്റെ വീഡിയോ, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.